ഇപ്പോൾ നമുക്ക് ഇടുക്കി ജില്ലയിൽ വയസ്സമ്മാലി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം ടിപ്പുവാണ് തകർത്തത്. ഒരു വലിയ ഗണപതി വിഗ്രഹത്തെ അടിച്ചുടച്ചു. ആ ക്ഷേത്രം സമ്പൂർണ്ണമായി തകർത്തു. സുൽത്താൻസ് ബാറ്ററിയോ സുൽത്താൻസ് ബത്തേരിയോ അല്ല. ഇന്നും വയനാട്ടിലെ അടിയാധാരങ്ങൾ പരിശോധിച്ചാൽ ഇത് ഗണപതി വട്ടമാണ്. 47 ആഗസ്റ്റ് 15 നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമേ കിട്ടിയുള്ളൂ, സാംസ്കാരിക സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ല. വയനാട്ടിൽ സുൽത്താൻ ബത്തേരി എന്ന സ്ഥലം, അതിൻ്റെ പൂർവിക നാമം ഗണപതി വട്ടം എന്നാണ് എന്നുള്ളതൊരു പുതിയ അറിവൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ സ്ഥാനാർത്ഥിയാവുകയും ആ സമയത്ത് അദ്ദേഹം ഈ വാദം ഉയർത്തുകയും ചെയ്തു. ഗണപതി വട്ടം സുൽത്താൻ ബത്തേരിയാക്കി മാറ്റപ്പെട്ടതിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. ടിപ്പുവിൻ്റെ പടയോട്ടത്തിന് മുന്നേ ഹൈദരാലിയുടെ പടയോട്ടം ഉണ്ടായി. മൈസൂരിൽ നിന്നും ഹൈദരാലി കേരളത്തെ ആക്രമിച്ചത് 2 വഴികളിലൂടെയാണ്. ഹൈദരാലി ആദ്യം വരുന്നത് മംഗലാപുരം വഴിയാണ്. മംഗലാപുരം ഇപ്പോൾ നമുക്കറിയാം മാധൂർ വിനായക ക്ഷേത്രം. ഈ മാധൂർ വിനായക ക്ഷേത്രമൊക്കെ ആക്രമിച്ചതിന് തെളിവുണ്ട്. ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ പോയാൽ ആ ക്ഷേത്രത്തിൽ ടിപ്പുവിൻ്റെ പട നടത്തിയ അതിക്രമങ്ങളുടെ രേഖകൾ അവിടെ ഉണ്ട്. അതേപോലെ ടിപ്പുവിൻ്റെയും ഹൈദരാലിയുടെയും രണ്ടാമത്തെ ആക്രമണം ഉണ്ടാകുന്നത് പാലക്കാട് വഴിയാണ്. പാലക്കാട് വഴി വയനാട് ഭാഗത്തേക്കാണ് ഈ പട ഓട്ടം ഉണ്ടായത്. ആ സമയത്ത് വയനാട്ടിൽ ജൈന ബുദ്ധ മതങ്ങളുടെ പ്രഭാവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ ഈ ജൈന ക്ഷേത്രങ്ങൾ നിരവധി തകർത്തു. ഇപ്പോഴും നമുക്കവിടെ പോയി കഴിഞ്ഞാൽ ഈ എസ്റ്റേറ്റുകളിൽ കാപ്പിത്തോട്ടങ്ങളിലൊക്കെ തകർന്നു കിടക്കുന്ന ജൈന ക്ഷേത്രങ്ങൾ കാണാം. അതിൻ്റെ പുരാവൃത്തം പരിശോധിക്കുന്ന സമയത്ത് എല്ലാവരും ഏകകണ്ഠമായി പറയുന്നത് ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ തകർത്തതാണെന്ന് തന്നെയാണ്. അങ്ങനെ ടിപ്പു കീഴടക്കി തകർക്കാതെ തൻ്റെ ആയുധപ്പുര ആക്കി മാറ്റിയ ഒരു ക്ഷേത്രമാണ് ഈ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്ത്. ഇന്ന് നമ്മളത് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. അത് ടിപ്പു മൈസൂർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും വയനാട് അടക്കമുള്ള പ്രദേശം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായി. അവർ ഈ സ്ഥലം സുൽത്താൻസ് ബാറ്ററി എന്ന് നാമകരണം ചെയ്യുകയും ആയുധപ്പുര എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നീട് അത് തദ്ദേശീയരായ ജനങ്ങൾ സുൽത്താൻ ബത്തേരി എന്നാക്കി മാറ്റുകയും ഇപ്പോൾ നമുക്ക് ഇടുക്കി ജില്ലയിൽ വയസ്സമ്മാലി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. വയസ്സമ്മാലി എന്നാണ്, സത്യത്തിൽ അത് ബെയ്സൺ വാലിയാണ്. ബെയ്സൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കാട്ടുപോത്താണ്. ബെയ്സൺ വാലി വയസ്സമ്മാലിയായി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഗണപതി വട്ടം ടിപ്പുവിൻ്റെ പടയോട്ടത്തോടുകൂടി സുൽത്താൻസ് ബാറ്ററി ആവുകയും പിന്നീടത് കാലക്രമേണ സുൽത്താൻ ബത്തേരി ആവുകയും ചെയ്തു. ഇന്ന് ഭാരതം മുഴുവൻ സ്വത്വ വീണ്ടെടുപ്പിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. 47 ആഗസ്റ്റ് 15 നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമേ കിട്ടിയുള്ളൂ, സാംസ്കാരിക സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ല. ഹൈന്ദവ ദേശീയതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹ്യ രചന എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെയും അനുബന്ധ സംഘടനകളുടെയും ഒക്കെ പ്രഖ്യാപിത നയമാണ്. അതനുസരിച്ച് ഉത്തർപ്രദേശിലും അതുപോലെ ഹരിയാനയിലും രാജസ്ഥാനിലും ഒക്കെ ഈ ഇസ്ലാമിക അധിനിവേശ കാലത്ത് ബലമായി മാറ്റപ്പെട്ട പേരുകൾ അതിൻ്റെ പൂർവ്വനാമങ്ങളിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളവും സ്വാഭാവികമായിട്ട് അത്തരത്തിൽ മാറേണ്ടതുണ്ട്. തൃശ്ശിവപേരൂർ തൃശ്ശൂറായി മാറി, തിരുവനന്തപുരം ട്രിവാൻഡ്രമായി മാറി. അപ്പം ഇത് മാറേണ്ടത് ആവശ്യമാണ്, കാരണം ഒരു സാംസ്കാരിക സ്വത്വത്തിൻ്റെ വീണ്ടെടുപ്പാണ്. അതുകൊണ്ട് സുൽത്താൻസ് ബാറ്ററിയോ സുൽത്താൻസ് ബത്തേരിയോ അല്ല. ഇന്നും വയനാട്ടിലെ അടിയാധാരങ്ങൾ പരിശോധിച്ചാൽ ഇത് ഗണപതി വട്ടമാണ്. അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം ടിപ്പുവാണ് തകർത്തത്. ഒരു വലിയ ഗണപതി വിഗ്രഹത്തെ അടിച്ചുടച്ചു. ആ ക്ഷേത്രം സമ്പൂർണ്ണമായി തകർത്തു. ഇന്ന് ഏതാനും ദശകങ്ങൾക്ക് മുമ്പ് ആ ക്ഷേത്രം സ്വത്തുകൾ വീണ്ടെടുത്തു ഹിന്ദുക്കൾ. അവിടെ മനോഹരമായൊരു ക്ഷേത്രം പണിതു. ഇനി സ്വാഭാവികമായിട്ടും ആ നഗരത്തിൻ്റെ പേര് ഗണപതി വട്ടം എന്ന് തന്നെയാണ് ആക്കേണ്ടത്. അല്ലാതെ നമ്മളുമായി ഒരു ബന്ധവുമില്ലാത്ത പരദേശ അധിനിവേശ ശക്തികളുടെയോ ബ്രിട്ടീഷുകാരുടെയോ ഒന്നും വികലമായ ഉച്ചാരണമല്ല. നമുക്ക് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു നാമധേയമുണ്ട് ആ നഗരത്തിന്. അത് സുൽത്താൻസ് ബാറ്ററി എന്നോ ബത്തേരി എന്നോ അല്ല, അത് ഗണപതി വട്ടം എന്ന് തന്നെയാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു പരിവർത്തനം അനിവാര്യമാണ്. ഒരുപാട് ക്ഷേത്രങ്ങൾ ഇതോടൊപ്പം ടിപ്പു സംരക്ഷിച്ചു എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ വസ്തുത ടിപ്പു ക്ഷേത്രങ്ങൾ തകർത്തിട്ടേ ഉള്ളൂ. എന്നാൽ അദ്ദേഹം ഇപ്പോൾ മൈസൂറിൽ അവസാന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ നടക്കുന്ന സമയത്ത് ഹിന്ദുക്കൾ അവരുടെ നിരവധി ക്ഷേത്രങ്ങൾ തകർത്തതിൽ വലിയ അമർഷമുണ്ടായിരുന്നു. ആ അമർഷം കുറയ്ക്കാനും അവരുടെ സപ്പോർട്ട് പിടിച്ചെടുക്കാനും വേണ്ടിയിട്ട് ചില ക്ഷേത്രങ്ങൾക്ക് അദ്ദേഹം സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മൈസൂരിലുള്ള ചില ക്ഷേത്രങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്. അത് ഒരു തന്ത്രത്തിൻ്റെ ഭാഗം മാത്രമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പകരം ടിപ്പു തകർത്ത ക്ഷേത്രങ്ങളുടെ എണ്ണം എടുത്താൽ അത് ആയിരക്കണക്കിന് വരും എന്നുള്ളതാണ് സത്യം.